PSC ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട 1721 ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ്. ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപം അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം: ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1721 ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15. PSC പരീക്ഷയ്ക്ക് ഈ തീയതി വളരെ പ്രധാനമാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഗിഫോർഡ്. ഗിഫോർഡ്. അടുത്ത ചോദ്യം: ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ഉത്തരം വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി. അടുത്ത ചോദ്യം: വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏത്? വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? ഉത്തരം 1723. 1723. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം വേണാടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അടുത്ത ചോദ്യം: വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആര്? വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യം: വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ ഓം. അലക്സാണ്ടർ ഓം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ആദിത്യവർമ്മ. ആദിത്യവർമ്മ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർത്തുവെക്കുക. ഇതുപോലെയുള്ള കൂടുതൽ PSC ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻ പേപ്പറുകളും ലഭിക്കാൻ PSC ലേണിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.